നമസ്കാരം. ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ കണ്ണൂർ പാണ്ഡ്യാലമുക്ക് സ്വദേശിയായ വിജയൻ അവരുടെ ഡ്രൈവർ അനൂപിനെ പോലീസുകാർ കയ്യേറ്റം ചെയ്തു, തെറി വിളിച്ചു, മർദ്ദിച്ചു എന്നൊക്കെയുള്ള ഒരു പരാതി അനൂപ് നൽകിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വാർത്തയായി വരുന്നത്. ഇത് കേട്ടപ്പോൾ ഞെട്ടലുണ്ടായി. കാരണം പിണറായി വിജയൻ്റെ ഡ്രൈവറെ കൈവയ്ക്കാൻ മാത്രം ധൈര്യമുള്ള പോലീസുകാരോ എന്ന് ആലോചിച്ചു പോയി. അങ്ങനെയാണ് അതിൻ്റെ പിന്നാലെ പോയി വാർത്തകളൊക്കെ നോക്കിയത്. എന്നാൽ സംഭവം ഈ പറഞ്ഞതുപോലെയൊന്നും അല്ലായിരുന്നു. അവിടെ സംഭവിച്ചത്, വിജയൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷവും അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നില്ല. പകരം AKG സെൻറ്ററിലെ ഒരു വാഹനമാണ് ഉപയോഗിക്കുന്നത്. AKG സെൻറ്ററിലെ വാഹനം ഓടിക്കുന്നത് അനൂപ് എന്ന് പറയുന്ന ഈ വ്യക്തിയാണ്. പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ വാഹനം ഓടിക്കുന്ന ആളാണ് അനൂപ്. ശനിയാഴ്ച വിജയന് കണ്ണൂരിൽ പോകണം. അങ്ങനെ അനൂപ് വിജയനെയും കൂട്ടി AKG സെൻറ്ററിലെ കാറിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. അവിടെ പാർക്ക് ചെയ്യുന്നു. വിജയൻ കയറി കണ്ണൂരിലേക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് അകത്തേക്ക് പോകുന്നു. അപ്പോഴാണ് അനൂപ് മർദ്ദനമേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ വന്ന് മർദ്ദിച്ചു, തന്നെ അസഭ്യം വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരാതി കൊടുത്തത്. കേട്ട പാതി കേൾക്കാത്ത പാതി മാധ്യമങ്ങളൊക്കെ ഇത് വാർത്തയാക്കി. അന്തം കമ്മികളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തി. പക്ഷേ വിശദീകരണവുമായി പോലീസുകാരെത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇപ്രകാരമാണ്: VIP വരും എന്നുള്ള അറിയിപ്പ് കിട്ടിയിരുന്നു. പ്രതിപക്ഷ നേതാവ് എവിടേക്കോ പോകാനായി, ട്രെയിൻ കയറാനായി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമെന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഡ്യൂട്ടിക്ക് പോലീസുകാരുണ്ടായിരുന്നു. അവിടെ ഈ സ്വകാര്യ വാഹനം, VIP വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നിടത്ത് ഒരു സ്വകാര്യ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മാറ്റാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം തട്ടിക്കയറുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുമാത്രമല്ല, ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു. അവിടെ എന്താണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഈ പോലീസുകാർക്ക് അവരുടെ മേലൊരു കുറ്റവും ഇല്ല എന്നാണ് കണ്ടെത്തിയത്. സംഭവിച്ചത് എങ്ങനെയാണ്? പിണറായി വിജയനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി. അതിനുശേഷം അനൂപ് VIP വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന പാർക്കിംഗ് ഏരിയയിൽ ആ വാഹനം പാർക്ക് ചെയ്തു. പാവപ്പെട്ട പോലീസുകാർക്ക് അറിയില്ലായിരുന്നു ഇത് AKG സെൻറ്ററിലെ വാഹനമായിരുന്നു എന്ന്. അതുകൊണ്ടാണ് അവർ അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞത്. അവർക്ക് അറിയിപ്പ് കിട്ടിയിരുന്നത് ഇവിടെ VIP എത്തും, പ്രതിപക്ഷ നേതാവ് എത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനവും ഔദ്യോഗിക വാഹനവും പ്രതീക്ഷിച്ച് നിന്ന പോലീസുകാരുടെ അടുത്തേക്കാണ് ഈ സ്വകാര്യ വാഹനം പാർക്ക് ചെയ്തത്. സ്വാഭാവികമായും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവരുടെയൊക്കെ ഒരു ധാർഷ്ട്യം. കാരണം പിണറായി വിജയൻ്റെ ഡ്രൈവറാണല്ലോ, അതുകൊണ്ട് എന്തും ആകാം എന്നുള്ള ഒരു പഴയ ധാരണ അവർക്കുണ്ടായിരുന്നു, ഈ അനൂപിനുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് തട്ടിക്കയറി. പക്ഷേ ഭരണം മാറിയത് ഒരുപക്ഷെ അനൂപ് അറിഞ്ഞിട്ടുണ്ടാവില്ല. പോലീസുകാരെന്തായാലും അതേ രീതിയിൽ അവരോട് ഇടപെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിണറായി വിജയൻ്റെ ഡ്രൈവർക്ക് പോലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ടോ? VD സതീശൻ്റെ പോലീസ് അത്തരത്തിലാണോ ജനങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അന്തം കമ്മികൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭവിച്ചത് ഇതാണ്. ഇനിയെങ്കിലും അനൂപ് സൂക്ഷിക്കുക. അദ്ദേഹം നിങ്ങളുടെ മുതലാളിയായ പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. അണികളൊക്കെ പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ കടി വിട്ടു പോകാൻ അദ്ദേഹം തയ്യാറല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്. അതുപോലെ ഇനി ഇത്തരത്തിലൊക്കെ പോലീസുകാരോടോ നാട്ടുകാരോടോ ഒക്കെ പെരുമാറാൻ പോയാൽ അവർ പ്രതികരിക്കുന്നത് ഇതേ രീതിയിലായിരിക്കില്ല. പിണറായി വിജയന് പോലും തോറ്റതിനു ശേഷം കീറക്കടലാസിൻ്റെ വിലയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമുക്ക് കേരളത്തിൽ എല്ലാവർക്കും സന്തോഷമായി ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.